സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നു. കേസിൽ കോടതി ഇന്ന് വിധി പറഞ്ഞില്ല. അടുത്ത മാസം 8-ന് കേസ് വീണ്ടും പരിഗണിക്കും. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, ഇപ്പോൾ എന്താണ് റഹീം സഹായ സമിതിയുടെ തുടർ നീക്കങ്ങൾ? ഇന്ന് മോചനം ഉണ്ടാകുമെന്നായിരുന്നല്ലോ പ്രതീക്ഷിച്ചിരുന്നത്. വിനീത, ഈ സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം കൂടുതൽ സങ്കീർണമാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് സൗദി കോടതി പരിഗണിച്ച ഘട്ടത്തിൽ ബെഞ്ച് മാറി വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഇത്തരത്തിൽ ബെഞ്ച് മാറി വരാനുള്ള കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഇത് നേരത്തെ വധശിക്ഷ റദ്ദാക്കിയ അതേ കോടതിക്ക് മുമ്പിൽ തന്നെ ഈ കേസ് വരികയും ചെയ്തു. ഇന്ന് കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കൂടുതൽ രേഖകൾ പരിശോധിക്കാനുള്ള നീക്കമാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 14 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക എന്നുള്ള വിവരം കൂടി ഏതായാലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് നേരത്തെ ഫോറൻസിക് പരിശോധന അടക്കമുള്ള രേഖകൾ, അതായത് പ്രോസിക്യൂഷൻ നൽകിയ 7 രേഖകളാണ് ഇപ്പോൾ കോടതി പരിശോധിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതിൽ പ്രധാനമായും റഹീമിൻ്റെ കുറ്റസമ്മത മൊഴി, അതോടൊപ്പം തന്നെ കൂട്ടുപ്രതിയുടെ മൊഴി, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൊഴി, ഫോറൻസിക് പരിശോധനാ ഫലം, അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള 7 രേഖകളിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ തന്നെയാണ് കോടതിയുടെ നീക്കം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ റഹീമിൻ്റെ മോചനം കുറെ കൂടി വൈകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രധാനമായും 34 കോടി രൂപയാണ് ഇപ്പോൾ ബ്ലഡ് മണിയായി കുടുംബം നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരം അവരുടെ പ്രൈവറ്റ് റൈറ്റ് പ്രകാരം ആ കുടുംബത്തിന്, സൗദി ബാലൻ്റെ കുടുംബത്തിന് മോചനം നൽകാൻ, മാപ്പപേക്ഷ നൽകാനുള്ള അധികാരമുണ്ട്. അത്തരത്തിൽ ഒരു മാപ്പപേക്ഷ അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് പബ്ലിക് റൈറ്റ് കൂടി എന്നുള്ള ഒരു വിഭാഗം കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തി എത്ര കാലം ജയിലിൽ കിടക്കണം എന്നുള്ള കാര്യം കൂടി കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പരിശോധന അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ കോടതി നടത്തുമെന്നുള്ള വിവരം കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇപ്പോൾ 18 വർഷത്തോളമായി ഈ അബ്ദുറഹീം ഈ ജയിലിൽ കഴിയുന്നു. ഈ കാലയളവ് ഒരു ശിക്ഷാ പീരീഡായി കാലയളവായി പരിഗണിച്ചുകൊണ്ട് തന്നെ അടുത്ത മാസം 8-ന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ഇന്നിപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കോടതി അത് മാറ്റിവെക്കുകയായിരുന്നു. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.